ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരുടെയും പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? എൻ്റെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യാത്തവരൊന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളും SCERT ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ NCERT നോട്ട്സ് വേണം എന്നുള്ളവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ എനിക്ക് വേണ്ടി നോട്ട്സ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? നമ്മളുടെ VFAയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരാനായിട്ട് പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇയർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ പഠനം തുടങ്ങാത്തവർ ജസ്റ്റ് ചെറുതായിട്ട് തുടങ്ങിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ VFAയുടെ പഠിക്കാനായിട്ട് പോകുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്നറിയോ? അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LDC കിട്ടാത്ത കംപ്ലീറ്റ് ആൾക്കാരും ഇനി ഓടി എത്താൻ പോകുന്നൊരു പരീക്ഷ എന്ന് പറയുന്നത് VFA ആണ്. കാരണം എന്താണ്, നമ്മുടെ ഒരു LDയുടെ നോക്കുകയാണെങ്കിൽ 500-600 അഡ്വൈസ് വരെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി ഒരു 200 ഒരു 250 അതിൻ്റെയൊക്കെ ഉള്ളിലൊക്കെ അഡ്വൈസ് പോകുന്നൊരു ഡിസ്ട്രിക്ട് വൈഡ് എക്സാമാണ് VFA എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സാലറി സ്കെയിലും എല്ലാം ഉള്ള ഒരു പരീക്ഷയാണ്. ഓക്കെ, അതുപോലെ വേറൊരു എക്സാം എന്ന് പറയുന്നത് എന്താണ്, വേറെ വരാനായിട്ട് പോകുന്നത് നമ്മുടെ ബെവ്കോ LD ആണ്. പക്ഷേ ബെവ്കോ LDയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. ഓക്കെ, സ്റ്റേറ്റ് വൈഡ് എക്സാം മാത്രമല്ല, കഴിഞ്ഞ പ്രിലിംസിനൊക്കെ കട്ട് ഓഫൊക്കെ വന്നത് 80യുടെ അടുത്തൊക്കെ ആയിട്ടാണ് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ചോദിക്കുന്നൊരു കാര്യം, ഈ പരീക്ഷകൾക്കൊക്കെ പ്രിലിംസ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. എനിക്ക് സത്യമായിട്ടും അറിയില്ല. കാരണം അതൊക്കെ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളല്ലേ, നമുക്ക് എങ്ങനെ അതൊക്കെ അറിയാൻ പറ്റുക? അപ്പോൾ അത് അവർ അനൗൺസ് ചെയ്യുമ്പോൾ മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ മാക്സിമം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ LDക്കാണെങ്കിലും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ആണെങ്കിലും ഒന്നും ഇല്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഡിഗ്രി പ്രിലിംസ് പോലുള്ള, ഡിഗ്രിയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലുള്ള പരീക്ഷകൾക്ക് പ്രിലിംസ് ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ ബെവ്കോ LD എന്നൊക്കെ പറയുമ്പോൾ ഒഴിവ് കുറവായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിന് വെച്ച് നല്ലൊരു വിഭാഗം ആൾക്കാരെ അതിന്ന് ഒഴിവാക്കിയിട്ട് അടുത്ത മെയിൻസിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാനും മതി കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഉണ്ടാവും എന്നാണ് എനിക്ക് മാക്സിമം തോന്നുന്നത്. VFAക്ക് ഉണ്ടാവുമെന്നറിയില്ല. പക്ഷേ നമ്മുടെ ബെവ്കോ LDക്ക് വെക്കാനായിട്ട് ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ഇല്ലാതിരിക്കട്ടെ അല്ലേ, വെറുതെ ഒരു വർഷം കളയാനായിട്ട് എന്തിനാണ്? അപ്പോൾ ഇല്ലാതിരിക്കട്ടെ. VFAക്ക് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു 2 ദിവസം മുമ്പ് ഒരു ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചറുടെ ഒരു മാമിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, അതിൽ അടുത്ത ഡിസംബറിലൊക്കെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് എക്സാം നടത്തി റാങ്ക് ലിസ്റ്റ് വിടണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ ഈ വർഷം തന്നെ നോട്ടിഫിക്കേഷൻ ഇറക്കി അടുത്ത വർഷം പകുതിയോടുകൂടി പരീക്ഷ നടത്തിയാൽ മാത്രമേ അടുത്ത ഡിസംബർ ആകുമ്പോഴേക്കും അവർക്ക് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പ്രിലിംസ് നടത്തുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉണ്ടാവില്ല എന്നാണ് VFAക്ക് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തോ നമ്മൾ ഈ പ്രിലിംസ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുക കേട്ടോ. കാരണം ഇത് രണ്ടും ഓൾമോസ്റ്റ് ഒരു സിലബസ് തന്നെയാണല്ലോ. അതിലുള്ളതൊക്കെ തന്നെയാണ് ഇതിൽ. മെയിൻസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ വരും, അത്രയേ ഉള്ളൂ വ്യത്യാസം. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ പഠിക്കാത്തവർ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. നമ്മൾ ചെറുതായിട്ട് തുടങ്ങുക. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാതിരിക്കേണ്ട. ജസ്റ്റ് ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഓരോന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കോളുക. എനിക്കിപ്പോൾ എന്തായാലും സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല. എനിക്ക് കുറച്ചുകൂടെ ഞാൻ ടൈം എടുക്കും. ഞാനിപ്പോൾ ചെറുതായിട്ട് നോക്കുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. യൂട്യൂബിൽ വീഡിയോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ SCERTയുടെയും NCERTയുടെയും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ആ ക്ലാസ്സും കൂടെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ എക്സാം ആകുമ്പോഴേക്കും എനിക്കുള്ള നോട്ട്സ് എനിക്ക് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്കുള്ള ആ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ആ സെയിം നോട്ട്സ് തന്നെയാണ് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ സമയമാകുമ്പോഴേക്കും ഇനി നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് ഓടാൻ എനിക്ക് സമയമില്ല. ആ ഒരു ടൈം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന പോലെ. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ നോട്ട്സാണ് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്താണ്, ഏത് നോട്ട്സാണ്? അത്യാവശ്യം വ്യൂസ് നമ്മുടെ ഇതുപോലുള്ള സ്റ്റഡി വ്ളോഗ്സിന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറയുക. ഓക്കെ, അതിലോടുകൂടി ഇപ്പോൾ നിങ്ങൾ പറയുമ്പോഴല്ലേ എനിക്കും അറിയുള്ളൂ എന്താണ് വേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ നോട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ VFAയുടെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ VFAയുടെ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. LDC കിട്ടാത്ത ആൾക്കാർ, അതായത് എന്നെപ്പോലുള്ള സകല ആൾക്കാരും ഇനിയിപ്പോൾ എഴുതാനായിട്ട് പോകുന്നൊരു പരീക്ഷ എന്ന് പറയുന്നത് VFA തന്നെ ആയിരിക്കും. നല്ല കോമ്പറ്റീഷൻ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ
ഒരിക്കലും നിസ്സാരമായിട്ട് നമ്മൾ കാണരുത്. പരീക്ഷണം ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് അല്ലേ, പ്രിലിംസൊക്കെ കഴിഞ്ഞു, കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങനെ പോയി റെസ്റ്റ് എടുക്കും. കുറച്ച് നേരം എന്ന് പറയുന്നത് ദിവസങ്ങളോളം ചിലപ്പോൾ പോയി എന്ന് വരും. ഞാൻ LDC ഒക്കെ കഴിഞ്ഞ് ആ ഒരു ഡിപ്രഷനാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ബ്രേക്ക് എടുത്തത് 3-4 മാസമാണ് ഞാൻ വെറുതെ ഇരുന്നത്. കാരണം എന്താണ്, പിന്നെ ഒന്നിനോടും മടുപ്പായി, ഒന്നിനോടും താല്പര്യമില്ല, ഒന്നും ചെയ്യാൻ വയ്യ, ഒന്നിനോടും ഒരു താല്പര്യം ഇല്ലാതായി. അപ്പോൾ ഒരിക്കലും അതുപോലെ ചെയ്യരുത്. നമ്മൾ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അത് കിട്ടി കഴിഞ്ഞാൽ മാത്രം അതിൽ നിന്ന് പുറകോട്ട് പോകാനായിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു പരീക്ഷയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അത് ജോലി നമുക്ക് കിട്ടുന്നതും നമ്മളതിൽ ആ ഒരു ഇതിൽ കയറുന്നതും ഒക്കെ നമ്മൾ സ്വപ്നം കാണണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ VFയുടെ കാര്യം ഇതാണ്. മാക്സിമം നല്ല കോമ്പറ്റീഷനും കാര്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അത് മുൻനിർത്തി തന്നെ പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇപ്പോൾ ഏത് യൂട്യൂബ് ചാനലാണെങ്കിലും ശരി, നമ്മൾ ബാക്കിയുള്ളത് എന്താണെങ്കിലും ശരി, നമ്മളിപ്പോൾ എടുത്ത് നോക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഏറെ ഉണ്ട്. പക്ഷേ സമയം എങ്ങനെയാണ് ഇനി അതിന് നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് ബാക്കി നമ്മുടെ കയ്യിലാണുള്ളത്. നമ്മൾ സമയം ഏറെ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അതിനെ പിന്നത്തേക്ക് എന്ന് വെക്കാതെ നമ്മളുള്ള സമയത്തിന് നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുക എന്നുള്ളത് നമ്മൾ മാക്സിമം നോക്കണം. ഇപ്പോൾ നമ്മുടെ ഈ IASും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, ഇപ്പോൾ റാങ്കൊക്കെ വന്നതിൽ 5 പേരൊക്കെ വുമൻസാണ്, നമ്മുടെ പെൺകുട്ടികളാണൊക്കെ നേടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെയൊക്കെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കുഞ്ഞിനെയും കൊണ്ടാണ് എക്സാം എഴുതാൻ പോയിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര നമുക്ക് അവരെ കൊണ്ട് പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മൾ സിവിൽ സർവീസൊന്നും അല്ലല്ലോ എഴുതുന്നത്, PSC തന്നെയല്ലേ എഴുതുന്നത്. ശരിയാണ്, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാൽ കൂടി ഓരോരുത്തരും അനുഭവിക്കുന്ന സ്ട്രഗിൾ ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും സമയം കണ്ടെത്തി പഠിക്കുക. നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവരുടെയൊക്കെ ഇൻ്റർവ്യൂസൊക്കെ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക കേട്ടോ. രസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പഠിച്ചത്, എങ്ങനെയാണ് അവരുടെ ഇൻ്റർവ്യൂവിൻ്റെ അനുഭവങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു റെസ്പെക്റ്റ് തോന്നും നമുക്ക്. റെസ്പെക്റ്റ് മാത്രമല്ല, ഭയങ്കരമായിട്ടൊരു നമുക്കൊരു കാണുന്ന സമയത്ത് ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ പഠിത്തം തുടങ്ങിക്കഴിഞ്ഞു അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന സമയത്ത് നാട് മുഴുക്കെ പറയാതിരിക്കുക. ഓക്കെ, നാട്ടിൽ മുഴുക്കെ ഞാൻ പഠിക്കുകയാണ് എന്നുള്ളത് പറയാതിരിക്കുക. അധികം കുറച്ച് കാലം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അധികം ആരും അറിയാതിരിക്കട്ടെ, അതല്ലേ നമുക്ക് നല്ലത്. ഓക്കെ, അപ്പോൾ അത്രയാണ് കേട്ടോ ഇന്ന് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഞാനിന്നിപ്പോൾ പഠിത്തം ചെറുതായിട്ടൊക്കെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസും പിന്നെ ഇംഗ്ലീഷൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള മേഖലയാണ് ഇംഗ്ലീഷ്. കാരണം ഗ്രാമർ എനിക്ക് കുറച്ച് പ്രശ്നമാണ്, അതുപോലെ തന്നെ കുറച്ച് മാത്സും. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രാക്കിലേക്ക് കൊണ്ടുവരണം. കാരണം LDC കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് വന്നു, ഒരു 3 to 4 months ഗ്യാപ്പ് വന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി അത് വീണ്ടും പഴയ പോലെ കൊണ്ടുവരണം. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നു ഞാൻ എത്ര വർഷമായി PSC പഠിക്കാൻ തുടങ്ങിയിട്ടെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ അറിയോ, ഞാൻ കണ്ടിന്യൂ ആയിട്ട് PSC പഠിക്കുന്ന ഒരാളല്ല. ഞാനിങ്ങനെ നിർത്തി കുറച്ച് പഠിക്കും പിന്നെ പോവും ഇങ്ങനെ വരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ കറക്റ്റായിട്ടൊരു ഇയർ എനിക്ക് പറയാനായിട്ട് പറ്റില്ല. ഞാനിപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു ഒന്നര വർഷമായിട്ടുണ്ടാവും. കാരണം LDCയുടെ നോട്ടിഫിക്കേഷനൊക്കെ വന്ന സമയത്താണ് കൂടുതലായിട്ട് പഠിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ 2 വർഷത്തിൻ്റെ ഉള്ളിൽ ഗ്യാപ്പ് എടുത്ത് പഠിക്കുകയാണ്. അപ്പോൾ ഇനി ആ ഒരു ഗ്യാപ്പ് എടുക്കാനായിട്ട് താല്പര്യമില്ല. ഇനിയിപ്പോൾ ആകെയുള്ളൊരു എയിം എന്ന് പറയുന്നത് VFA ആണ്. അത് കറക്റ്റായിട്ട് പഠിക്കണമെന്നുണ്ട്. അതിന് മുമ്പായിട്ട് പറഞ്ഞതുപോലെ ഈ NCERTയുടെയും SCERTയുടെ ഒക്കെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യണം. ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇനി പഠിത്തം കറക്റ്റ് ആവുള്ളൂ. കാരണം ആ ടൈമിൽ നോട്ട് എഴുതാനായിട്ട് ഓടാനായിട്ട് പറ്റില്ല. അതൊരു കാര്യമുണ്ട്. എന്നെപ്പോലെ ഈ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല, സ്ട്രഗിളാണ്. കാരണം ഒരാളുടെയും ഒരു ഗൈഡൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ കാരണം ഞാൻ ഇനി ഫീസ് കൊടുത്ത് പഠിക്കില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചൊരു കാര്യമാണ്. പിന്നെ എന്താ അറിയോ, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫീസ് കൊടുക്കുന്ന ടൈമിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ആ ഒരു സ്പിരിറ്റോട് കൂടിയിട്ട് തുടക്കം മുതൽ അവസാനം വരെ ഇരിക്കാനായിട്ട് നമ്മളെ കൊണ്ടും പറ്റണം. പിന്നെ കുറേ സാറുമാർ ക്ലാസ്സൊക്കെ ആദ്യമൊക്കെ തുടക്കമൊക്കെ അടിപൊളിയായിരിക്കും, പക്ഷേ കുറച്ച് കഴിയെ അവരും ഭയങ്കരമായിട്ട് ലേസി ആവാൻ തുടങ്ങും. പിന്നെ അത് നമ്മളെ ബാധിക്കും. നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാൻ തോന്നില്ല. അവരോരോ എക്സ്ക്യൂസ് ഇങ്ങനെ പറഞ്ഞ് അവർ ക്ലാസ് ഒഴിവാകും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പഠിക്കലും കാര്യങ്ങളും നമുക്ക് നടക്കില്ല. അത് കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ്, നമ്മുടെ ഫാമിലി പ്രോബ്ലംസ്, നമ്മളുടെ ഓരോ കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ നന്നായിട്ട് ബുദ്ധിമുട്ടും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ പറയുന്നത് ബെസ്റ്റ് വേ, എൻ്റെ കാര്യമായിട്ട് പറയുന്നത് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ എനിക്ക് കമ്പൈൻ സ്റ്റഡിയും എനിക്ക് വർക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് എൻ്റെ സമയത്തിന് എൻ്റെ സൗകര്യത്തിന് പഠിക്കുന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോൺ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക, ടൈം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പഠിക്കുക. എന്നോട്
ഒരുപാട് പേര് ഇവിടെ ടൈം ടേബിൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടൈം ടേബിൾ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ അറിയോ, ഞാനിപ്പോൾ പ്രോപ്പറായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാനെല്ലാം ഇപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ നോട്ട്സും കാര്യങ്ങളും ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 1 മന്ത്, ഒരു മെയ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ടും ഞാൻ ഇതുപോലെ കുറച്ച് ഫ്രീ ആയിരിക്കില്ല, തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ടൈം ടേബിൾ ഇട്ട് തരാത്തത്. അപ്പോൾ ഞാൻ പഠിക്കുന്ന ടൈമിൽ ടൈം ടേബിൾ ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഓരോ ഡേ ടൈം ടേബിൾ നമ്മളിങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ അതാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഓരോ ഡേ ഇങ്ങനെ ടൈം ടേബിൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നമുക്കൊരു ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒരു 1 hour 2 hour വെച്ചിട്ട് നിങ്ങൾ ചെറുതായിട്ടൊക്കെ നിങ്ങളുടെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ ആ ഒരു ട്രാക്കിലോട്ട് എത്തും. ആദ്യം 1/2 മണിക്കൂർ, പിന്നെ 1 മണിക്കൂർ, പിന്നെ 2 മണിക്കൂർ, അങ്ങനെ നമ്മൾ കൂട്ടി പോകാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ VFAയുടെ കാര്യം, ബാക്കിയുള്ള കാര്യമാണ് ഇന്ന് കുറച്ച് സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം കേട്ടോ.